നമ്മൾ ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്ന ICC അതൊക്കെ തന്നെ അമേരിക്ക പടച്ചുണ്ടാക്കിയ ഒരു സംവിധാനമാണ് എന്ന് തിരിച്ചറിയപ്പെടുന്ന വേളയാണ്. ഇപ്പോൾ ഈ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതി രൂപപ്പെടുന്ന സമയത്ത് അതിൻ്റെ ആത്യന്തികമായ ലക്ഷ്യം എന്ന് പറയുന്നത് അന്താരാഷ്ട്ര തലത്തിൽ ഒരു രാജ്യവും ഇപ്പോൾ രാജ്യാന്തരമായിട്ടുള്ള നിയമങ്ങളെ ലംഘിക്കുന്ന തരത്തിൽ പ്രവർത്തിക്കരുത് എന്നാണ്. എന്നുവെച്ചാൽ ചില ഇൻ്റർനാഷണൽ ലോസ് ഉണ്ടല്ലോ, ആ ലോസിനനുസരിച്ച് മാത്രമേ അവർ പ്രവർത്തിക്കാൻ പാടുള്ളൂ. അവരതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു പ്രവർത്തന രീതി കാഴ്ചവെച്ചാൽ അവരെ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ് ഇൻ്റർനാഷണൽ ക്രിമിനൽ കോർട്ട് എന്ന് പറയുന്നത്. പക്ഷേ അതിന് നല്ല രീതിയിൽ സാമ്പത്തിക സഹായം ചെയ്യുന്ന ഒരു രാഷ്ട്രം അമേരിക്കയാണ്. എന്നുവെച്ചാൽ അതിൻ്റെ അടിസ്ഥാനപരമായ ഘടന നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അമേരിക്കയുടെ നിയന്ത്രിതമായ ഒരു സംവിധാനം മാത്രമാണിത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതിൻ്റെ പ്രതിഫലനമാണ് ഇപ്പോൾ ട്രംപ് പ്രകടമാക്കിയിരിക്കുന്നത്. നിങ്ങൾ ഞങ്ങൾക്ക് താല്പര്യമില്ലാത്ത തരത്തിലുള്ള വിചാരണകൾ നടത്തുകയോ അതേപോലെ തന്നെ അതിൻ്റെ അടിസ്ഥാനത്തിൽ ജഡ്ജ്മെൻറ്റ് നടത്തുകയോ ചെയ്യാൻ പാടില്ല. എന്നുവെച്ചാൽ നിങ്ങൾക്ക് വിചാരണയ്ക്കും അതേപോലെ തന്നെ വിധി നിർണയത്തിനും നിയന്ത്രണങ്ങളുണ്ട് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. അതിൻ്റെ സൂചനയാണ് ഇപ്പോൾ ഇസ്രായേൽ പ്രധാനമന്ത്രിക്കെതിരെ ICC നടത്തിയ ഉപരോധം എന്ന് വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അല്ലെങ്കിൽ അയാൾക്കെതിരെ കേസെടുക്കുകയും അയാളെ പിടിച്ചകത്തിടുമെന്ന് പ്രഖ്യാപിക്കുകയൊക്കെ ചെയ്തിരിക്കുന്ന കാര്യം തെറ്റാണ്. നിങ്ങളങ്ങനെ ചെയ്യാൻ പാടില്ല എന്നാണ് ട്രംപ് പറഞ്ഞത്. നിങ്ങൾ ചെയ്താൽ നിങ്ങൾക്ക് ശമ്പളം തരില്ല എന്നാണ് പറയുന്നത്.